ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ അസ്റ്റസ് വേൾഡ് ഓഫ് സ്റ്റഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിങ്സ് ഫ്രം ദ ഫ്രിഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ മൊഡ്യൂൾ 2-ലെ നോളജ് ഈസ് പവർ ബൈ യുവൽ നോവ ഹരാരി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ യുവൽ നോവ ഹരാരിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ 1976 ജനനം. ഒരു ഇസ്രായേലി ഫിലോസഫർ, ഹിസ്റ്റോറിയൻ, ഇൻ്റലക്ച്വലാണ്. അപ്പോൾ സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ്. പിന്നെ ഹാപ്പിനെസ് എന്താണ്, അങ്ങനെ കുറേ സയൻറ്റിഫിക് ടേംസിനൊക്കെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒരാളാണ് യുവൽ നോവ ഹരാരി. ഇനി നോളജ് ഈസ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡിലെ ഒരു ഭാഗം, ആ ബുക്കിലെ ചെറിയൊരു ഭാഗമാണ് നോളജ് ഈസ് പവർ എന്ന് പറഞ്ഞത്. ഹീബ്രുവിലാണ് ആദ്യം പബ്ലിഷ് ചെയ്തത്, 2011 പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ബേസ് ചെയ്തേക്കുന്നത് ഹരാരി ഹീബ്രു യൂണിവേഴ്സിറ്റി ഓഫ് ജെറുസലേമിൽ നടത്തിയിട്ടുള്ള ലെക്ചർ സീരീസിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിലെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസും ടെക്നോളജിയും തമ്മിലുള്ള ബന്ധം എന്താണ്, അതുപോലെ തന്നെ how all technologies were not developed out of scientific research. Sometimes uneducated craftsmen create new technologies. പറയുന്നത് എല്ലാ ടെക്നോളജീസും സയൻറ്റിഫിക് കാര്യങ്ങളിലായിട്ട് റിലേറ്റഡ് അല്ല. ചില സമയത്ത് സാധാരണ, അതായത് എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്ത ആൾ പോലും ടെക്നോളജീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവ തമ്മിലുള്ള ബന്ധം, അതായത് സയൻസും ടെക്നോളജിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഹരാരി അനലൈസസ് എങ്ങനെയാണ് സയൻറ്റിഫിക് വെപ്പൺസ് ഈ ഡെഡ്ലി വേൾഡ് വാറിന് കാരണമാവുന്നത്, അതൊക്കെ പറയുന്നുണ്ട്. ദ നോളജ് ഈസ് പവർ എന്ത് ചെയ്യുന്നു, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ് ഇൻ ടു ഡെഡ്ലി വെപ്പൺസ്. ഇപ്പോൾ ഈ ടെക്നോളജീസ് വളർന്ന് എങ്ങനെയാണ് ഇപ്പോൾ ഒരാളെ കൊല്ലാൻ മാത്രം അല്ലെങ്കിൽ ലോകത്തെ നശിപ്പിക്കാൻ മാത്രമുള്ള ഒരു വെപ്പണായി മാറിയത്, അതിനെ കുറിച്ചിട്ടൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാസ്റ്റിക്കലി കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, മോസ്റ്റ് എംപയേഴ്സ് ഇൻ ദ പാസ്റ്റ് ഡിഡ് നോട്ട് റൈസ് ഔട്ട് ഓഫ് ടെക്നോളജിക്കൽ വിസാർഡറി എന്ന് പറയുന്നുണ്ട്. അതായത് മുന്നേ ഉള്ള പല എംപയേഴ്സും ഈ ടെക്നോളജി കൊണ്ടൊന്നല്ല മറ്റുള്ള രാജ്യങ്ങളെ കീഴടക്കിയതും വളർന്നു വന്നതും എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ ഹരാരി പറയാണ്, സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒഫൻസീവ് വെപ്പണൊന്നല്ല, പക്ഷേ ഇറ്റ് ക്യാൻ ബി കോസ്റ്റ് ഇൻ ഡിഫെൻസസ് ആസ് വെൽ. നാനോ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെററിസത്തിന് വേണ്ടിയിട്ടൊരു സൊല്യൂഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ടെക്നോളജി നല്ലതിന് വേണ്ടിയിട്ടും ചീത്തതിന് വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാം, നോക്കിയും കണ്ടും യൂസ് ചെയ്യണം മാത്രം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇതിൽ വരുന്നത്. അപ്പം നമുക്കിനി ടെക്സ്റ്റിലോട്ട് പോവാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സയൻസും ടെക്നോളജിയും അതുപോലെ നോളജും തമ്മിലുള്ള ബന്ധം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് എക്സാമ്പിളൊക്കെ തന്നിട്ട് ഹരാരി വിശദീകരിക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഹാവ് എ ഹാർഡ് ടൈം ഡൈജസ്റ്റിംഗ് മോഡേൺ സയൻസ്. അപ്പോൾ ഇന്നത്തെ പല ആളുകൾക്കും ഈ മോഡേൺ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈജസ്റ്റ് ആവാത്തൊരു സംഭവമാണ്. കാരണം അതിൽ മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിനൊക്കെ ഗ്രാസ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അതിലത്തെ ഫൈൻഡിങ്സൊക്കെ നമ്മുടെ കോമൺ സെൻസിനുമായിട്ട് യോജിച്ചു പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഫൈൻഡിങ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ ലോകത്ത് 7 ബില്യൺ ആളുകളാണുള്ളത്. ഈ 7 ബില്യൺ ആളുകളിൽ എത്ര പേർക്ക് ക്വാണ്ടം മെക്കാനിക്സ്, അതുപോലെ സെൽ ബയോളജി അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സ് ഒക്കെ മനസ്സിലാവും? അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിനാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഫോമുലേസും കാര്യങ്ങളൊക്കെ. സയൻസ് നെവർലെസ് എൻജോയ് ഇമ്മെൻസ് പ്രസ്റ്റീജ് ബിക്കോസ് ഓഫ് ദി ന്യൂ പവേഴ്സ് ഇറ്റ് ഗീവ്സ് അസ്. പ്രസിഡൻസ് ആൻഡ് ജനറൽസ്, പിന്നെ എക്സാമ്പിൾ പറയാണ്, പ്രസിഡൻസിനും ജനറൽസിനും അവർക്ക് ന്യൂക്ലിയർ ഫിസിക്സ് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് മേ നോട്ട് അണ്ടർസ്റ്റാൻഡ്, ബട്ട് ദേ ഹാവ് എ ഗുഡ് ഗ്രാസ്പ് ഓൺ വാട്ട് ന്യൂക്ലിയർ ബോംബ്സ് ക്യാൻ ഡു. അപ്പോൾ യൂട്ടിലിറ്റിക്കാണ് പ്രധാനം. അതായത് ഇതെങ്ങനെ ഉണ്ടായി, ന്യൂക്ലിയർ ഫിസിക്സ് തത്വങ്ങളും ശാസ്ത്രങ്ങളും ഒന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. പക്ഷേ ഈ പ്രസിഡൻസിനോടും ജനറൽസിനോടും ന്യൂക്ലിയർ ബോംബ്സിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം. അപ്പോൾ അതാണ് പ്രത്യേകത. അതായത് വാട്ട് ഇസ് നോളജ് ആൻഡ് വാട്ട് ഇസ് സയൻസ് എന്നുള്ളതിൻ്റെ റിലേഷൻഷിപ്പാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇൻ 1620, അതായത് 1620 ഫ്രാൻസിസ് ബേക്കൺ ഒരു സയൻറ്റിഫിക് മാനിഫെസ്റ്റോ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് ദ ന്യൂ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ അദ്ദേഹം ആർഗ്യൂ ചെയ്തിട്ടുണ്ട്, നോളജ് ഈസ് പവർ, നോളജാണ് പവർ എന്ന് പറയുന്നുണ്ട്.
But the real test of knowledge is not whether it is true, but whether it empowers us. പറയാണ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണോ എന്നതിനല്ല പ്രധാനം, പകരം എന്തിനാണ് പ്രധാനം? വെദർ ഇറ്റ് എംപവേഴ്സ് അസ്, അത് നമ്മളെ എംപവർ ചെയ്യുന്നുണ്ടോ എന്നാണ്, ശാക്തീകരിക്കുന്നുണ്ടോ, അതിനാണ് പ്രധാനം. അപ്പോൾ സയൻറ്റിസ്റ്റ് യൂഷ്വലി അസ്യൂംസ് ദാറ്റ് നോ തിയറി ഈസ് 100% കറക്റ്റ്. ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് എല്ലാ തിയറികളും 100% ശരിയല്ല. അതുപോലെ തന്നെ ട്രൂത്ത് ഈസ് എ പുവർ ടെസ്റ്റ് ഫോർ നോളജ്. നോളജിനുള്ള ഒരു പുവർ ടെസ്റ്റ് മാത്രമാണ് ട്രൂത്ത് എന്ന് പറയുന്നത്, അതായത് സത്യം. ഇപ്പോൾ നമുക്കുള്ള എല്ലാ അറിവും സത്യമായിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ എല്ലാ അറിവുകളും അല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും അറിവും ആയിരിക്കണമെന്നില്ല. അങ്ങനെയുള്ളൊരു ഡിഫറൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുവർ ടെസ്റ്റാണ്, നോളജിൻ്റെ മേത്തുള്ള പുവർ ടെസ്റ്റ്. അപ്പോൾ ശരിക്കുള്ള ടെസ്റ്റ് എന്താണ്? യൂട്ടിലിറ്റി, അതായത് ഉപയോഗത്തിനാണ് പ്രധാനം. അറിവിനേക്കാൾ ഉപരി ഉപയോഗത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എ തിയറി ദാറ്റ് എനാബിൾസ് അസ് ടു ഡു ന്യൂ തിങ്സ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് നോളജ്. അപ്പോൾ പറയാണ് ഒരു തിയറി, നമ്മളൊരു തിയറി പഠിക്കുന്നു, ആ പഠിച്ചാൽ അത് നോളജായി. പിന്നെ അത് എങ്ങനെയാണ് യഥാർത്ഥ അറിവാവുന്നത്? പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അറിവ് കിട്ടി. പക്ഷേ യഥാർത്ഥ അറിവാവണമെങ്കിൽ നമ്മളേക്ക് എന്ത് ചെയ്യണം? ആ തിയറി നമ്മളെ കൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തോന്നിപ്പിക്കണം, അല്ലെങ്കിൽ ആ തിയറി ഉപയോഗിച്ച് നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അങ്ങനെ പുതിയ കാര്യം ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്കതിനെ എന്തായിട്ട് കൂട്ടാൻ പറ്റൂ? ഒരു നോളജായിട്ട് കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഇത് ഫ്രാൻസിസ് ബേക്കൻ്റെ ഫൈൻഡിങ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നോളജ് ഈസ് പവർ എന്നുള്ളതിൽ. ഓവർ ദ സെഞ്ച്വറീസ് സയൻസ് ഹാസ് ഓഫേർഡ് അസ് മെനി ന്യൂ ടൂൾസ്. അപ്പോൾ ഓരോ സെഞ്ച്വറീസ് കഴിയും തോറും സയൻസ്, ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്നു, നമുക്ക് പുതിയ ടൂൾസുകൾ തന്നുകൊണ്ടിരിക്കുന്നു. ചിലത് മെൻ്റൽ ടൂൾസാണ്, അതായത് എങ്ങനെയാണ് നമ്മുടെ ഡെത്ത് റേറ്റും അതുപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്തും പ്രവചിക്കുക, അതിനുള്ള ടൂൾസ് തന്നുകൊണ്ടിരിക്കുന്നു. ചിലത് ടെക്നോളജിക്കൽ ടൂൾസാണ്, അതുപോലെ തന്നെ സയൻസും ടെക്നോളജിയും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ ആളുകൾ ദേ ആർ കൺഫ്യൂസ്ഡ്. എന്തിനാണ് കൺഫ്യൂസ്ഡ്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് ടെക്നോളജി, ആ ഒരു ഭാഗം വരുമ്പോൾ ആളുകൾ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ വിചാരിക്കുന്നത് സയൻറ്റിഫിക് റിസർച്ച് ഇല്ലാണ്ട് ഒരു ന്യൂ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. നമ്മൾ ചില സമയത്ത് വിചാരിക്കും സയൻറ്റിഫിക് ടെക്നോളജിയുടെ ബേസിലാണ് എല്ലാ ടെക്നോളജിയും ഡെവലപ്പ് ചെയ്ത് വരുന്നത്, സയൻസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് റിസർച്ച് ഇല്ലെങ്കിൽ നമുക്ക് പുതിയ ടെക്നോളജീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കും. And that there is a little point in research if it does not result in new technologies. പറയാണ് ചില സമയത്ത് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ റിസർച്ചിനെ കൊണ്ട് ഒരാവശ്യം ഉണ്ടാവില്ല, പക്ഷേ ന്യൂ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അതായത് റിസർച്ച് ഇല്ലാതെ തന്നെ, സയൻറ്റിഫിക് റിസർച്ചുകൾ ഇല്ലാണ്ട് തന്നെ ചിലർ ന്യൂ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് ടി വിയിലൊക്കെ കാണും, സാധാരണക്കാരൻ ഇതേ ഒരു മെഷീൻ ഉണ്ടാക്കി വിത്തൗട്ട് എനി റിസർച്ച് ഓർ വിത്തൗട്ട് എനി സയൻറ്റിഫിക് ഫോർമുലാസ്. അതെങ്ങനെയാണ് അയാൾ ഉണ്ടാക്കുന്നത്? നമുക്കൊരു കൺഫ്യൂഷൻ വന്നില്ലേ? അപ്പോൾ സയൻസിന് പ്രാധാന്യമില്ലേ? ഒന്നും പഠിക്കാത്ത ഒരാൾ ഒരു മെഷീൻ ഉണ്ടാക്കി വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റോബോട്ടിനെ ഉണ്ടാക്കി വെക്കും, ആർക്കായാലും കൺഫ്യൂഷനാവും. In fact, the relationship between science and technology is a very recent phenomenon. അപ്പോൾ പറയാണ് ഈ സയൻസും ടെക്നോളജിയും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് ഇപ്പടുത്ത് വന്നിട്ടുണ്ടായ ഒരു സംഭവമാണ്. 1500-കൾക്ക് മുന്നേ സയൻസും ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും സെപ്പറേറ്റ് ഫീൽഡായിരുന്നു. സയൻസ് ആ അറ്റത്താണെങ്കിൽ ടെക്നോളജി അറ്റത്ത്, അങ്ങനെയായിരുന്നു കിടന്നിരുന്നത്. Then when Bacon connected the two in the early 17th century, it was a revolutionary idea. ആ ഒരു സമയത്താണ് ബേക്കൺ എന്ത് ചെയ്യുന്നത്, നോളജ് ഈസ് പവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രണ്ട് സാധനങ്ങളെയും കണക്ട് ചെയ്യാൻ നോക്കുന്നത്, അതായത് സയൻസിനെയും ടെക്നോളജിനെയും കണക്ട് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് 17th സെഞ്ച്വറിയിലാണ്. അപ്പോൾ ഇതൊരു റവല്യൂഷണറി ഐഡിയ ആയിട്ട് മാറി. During the 17th and 18th centuries, this relationship tightened, but the knot was tied only in the 19th century.
ഇപ്പോൾ പറയുകയാണ് 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടായപ്പോൾ ഈ സയൻസും ടെക്നോളജിയും തമ്മിലുള്ള റിലേഷൻ ഒന്ന് മുറുകിയെങ്കിലും ആ കെട്ട് മുറുകിയിട്ടില്ല, റിലേഷനായിട്ട് മുറുകിയിട്ടുണ്ട്. ശരിക്കുമുള്ള കെട്ട് മുറുകിയത് 19th സെഞ്ച്വറിയിലാണ്. അതായത് 19-ാം നൂറ്റാണ്ടായപ്പോഴാണ് പൂർണ്ണമായിട്ടും രണ്ടും തമ്മിൽ അങ്ങോട്ട് റിലേഷൻഷിപ്പിലായത്. അതുവരെ ആയി എന്ന് പറഞ്ഞെങ്കിലും പൂർണ്ണമായി ആയത് അന്നായിരുന്നു. ഈവൺ ഇൻ 1800-കളിൽ most rulers who wanted a strong army and most business magnates who wanted a successful business do not bother to finance research in physics, biology or economics. അങ്ങനെ 1800-കളായപ്പോൾ മിക്ക റൂളേഴ്സിനും വേണ്ടത് സ്ട്രോങ് ആർമീനെയായിരുന്നു. ടെക്നോളജി ഉണ്ടെങ്കിലേ നമുക്ക് സ്ട്രോങ് ആർമി, വെപ്പണും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബിസിനസ് മാഗ്നറ്റ്സിന് വേണ്ടത് സക്സസ്ഫുൾ ബിസിനസ്സായിരുന്നു, ക്യാഷ് ഉണ്ടാക്കണം. ആൻഡ് അവരെന്ത് ചെയ്യുന്നില്ല, ആ ഒരു സമയത്ത് അവരൊരു ഫിനാൻസ് റിസർച്ചിനെ കുറിച്ചിട്ട് ദേ ആർ നോട്ട് ബോതേഡ്. ഫിസിക്സ്, ബയോളജി, ഇക്കണോമിക്സ് അതിലൊന്നും കാശ് ചിലവാക്കി കൊണ്ട് കളയുന്നില്ല. അവർ ദേ ഫോക്കസ്ഡ് ഓൺ ദെയർ ബിസിനസ് ആൻഡ് ആർമി. I don't mean to claim that there is no exemption to this rule. A good historian can find precedent for anything, but an even better historian knows when these precedents are but curiosities that cloud the big picture. ഇപ്പോൾ നമ്മുടെ ഹരാരിയുടെ സ്ഥിരം പരിപാടിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററീനെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് നോക്കും. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ കെമിക്കൽ ഹാപ്പിനെസ് ആൻഡ് മീനിങ് ഓഫ് ദ ലൈഫ് എന്നുള്ളൊരു വർക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഹിസ്റ്ററിയും ഹാപ്പിനെസ്സും തമ്മിലുള്ള ബന്ധം എന്താണ്, ഹിസ്റ്ററി ഇക്കണോമിക്സ് തമ്മിലുള്ള ബന്ധം എന്താണ്, അങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹിസ്റ്ററിയും തമ്മിലുള്ള ബന്ധവും വിശദീകരിക്കുന്നുണ്ട്. അതായത് ഒരു ഗുഡ് ഹിസ്റ്റോറിയൻ ആണെങ്കിൽ എല്ലാറ്റിലും ഒരു പ്രസിഡൻറ്റ് കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് പറ്റും. അതുപോലെ തന്നെ ജനറലി സ്പീക്കിംഗ് മോസ്റ്റ് പ്രീ മോഡേൺ റൂളേഴ്സ് and business people did in finance research about the nature of the universe in order to develop new technologies, and most thinkers did not try to translate their findings into technological gadgets. Rulers financed educational institutions whose mandate was to spread traditional knowledge for the purpose of buttressing ദ എക്സിസ്റ്റിംഗ് ഓർഡർ. അപ്പോൾ പറയാണ് ഈ ഒരു പ്രീ മോഡേൺ റൂളേഴ്സ് അതുപോലെ ബിസിനസ് പീപ്പിളൊക്കെ എന്ത് ചെയ്തിട്ടില്ല, യൂണിവേഴ്സിനെ കുറിച്ചറിയാനോ അതിനൊന്നും കാശ് ചിലവാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ന്യൂ ടെക്നോളജീസിനെ കുറിച്ചിട്ടൊന്നും അവർ ദേ ആർ നോട്ട് ബോതേഡ്. മോസ്റ്റ് തിങ്കേഴ്സ് അവരൊന്നും എന്ത് ചെയ്തിട്ടില്ല, ദേ ഡിഡ് നോട്ട് ട്രൈ ടു ട്രാൻസ്ലേറ്റ് ദെയർ ഫൈൻഡിങ്സ് ഇൻ ടെക്നോളജിക്കൽ ഗാഡ്ജറ്റ്സ്. അതായത് ആ തിങ്കേഴ്സ് അവർ കണ്ടുപിടിച്ചിട്ടുള്ള ഫൈൻഡിങ്സ് ഒന്നും ടെക്നോളജിക്കൽ ഗാഡ്ജറ്റിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടും ഇല്ല. റൂളേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഫിനാൻസ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവർ ക്യാഷ് ഇറക്കിയിട്ടുണ്ട്. ഹൂസ് മാൻഡേറ്റ് വാസ് ടു സ്പ്രെഡ് ട്രഡീഷണൽ നോളജ്. അപ്പോൾ അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ ഒരു നിർബന്ധമായിരുന്നു ട്രഡീഷണൽ നോളജും കാര്യങ്ങളൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. Here and there, people did develop new technologies, but these were usually created by uneducated craftsmen using trial and error, not by scholars pursuing systematic scientific research. അപ്പോൾ പറയാണ്, ഈ ഒരു കാലഘട്ടത്തിലെല്ലാം തന്നെ ആളുകൾ പുതിയ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അതൊക്കെ ഉണ്ടാക്കിയതാട്ടെ അൺഎഡ്യൂക്കേറ്റഡ് ക്രാഫ്റ്റ്മെൻ ആയിരുന്നു. അവരെങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയൽ ചെയ്യും, ഫെയിലാവും, എററാവും, പിന്നെ വീണ്ടും ട്രയൽ നോക്കും, വീണ്ടും മോഡിഫൈ ചെയ്തുണ്ടാക്കും. അങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചത്. അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ദി സ്കോളേഴ്സ് പേഴ്സ്യൂയിങ് സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക് റിസർച്ച്. അന്നത്തെ കാലത്ത് ക്രാഫ്റ്റ്സ്മാൻ കണ്ടുപിടിക്കുന്നത് ഒരു സയൻറ്റിഫിക് റിസർച്ചും ചെയ്തിട്ടല്ല. അവരൊരു സംഭവം ഉണ്ടാക്കുന്നു, അത് ഫെയിലാവുന്നു, അപ്പോൾ അത് മോഡിഫൈ ചെയ്യുന്നു, അങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്. അല്ലാണ്ട് ഒരു റിസർച്ചിൻ്റെ ബേസിലും അല്ല അവരുണ്ടാക്കുന്നത്. They are uneducated also. Cart manufacturers build the same carts from the same materials years in year out.
They did not set aside a percentage of their annual profits in order to research and develop new cards models. അപ്പോൾ പറയാണ് എക്സാമ്പിൾ പറയാണ് കാർട്ട് ഡിസൈനേഴ്സ്. അപ്പോൾ കാർട്ട് ഡിസൈനേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കാർട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. സെയിം കാർട്ട് സെയിം മെറ്റീരിയൽ വെച്ചിട്ട് എല്ലാ വർഷവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവരുടെ ആനുവൽ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എടുത്ത് നോക്കാനോ അതിൽ നിന്ന് പുതിയ കാർട്ട് മോഡൽസ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനോ ഒന്നും തന്നെ പോകുന്നില്ല. Cart designs occasionally improved, but it was usually thanks to the ingenuity of some local carpenters who never set foot in a university and did not even know how to read. പറയാണ് കാർട്ട് ഡിസൈൻ എന്ത് ചെയ്യുന്നു, ഈ റിസർച്ചും കാര്യങ്ങളും നടത്താണ്ടേയും അതുപോലെ ക്യാഷ് മുടക്കി പഠിക്കാണ്ടേയും ഒക്കെ തന്നെ ഈ കാർട്ട് ഡിസൈൻസ് അത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഒരു സ്ഥലത്ത് പോയി പഠിച്ചിട്ടുമില്ല, അവരൊരു യൂണിവേഴ്സിറ്റിയിൽ പോലും കാലെടുത്ത് വെച്ചിട്ടില്ല. ഇതെല്ലാം ചെയ്യുന്നത് ഒരു ലോക്കൽ കാർപ്പൻറ്റേഴ്സാണ്. അപ്പോൾ അവർ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചിട്ടാണ് അവരിതൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ ഏത് റിസർച്ച് സയൻറ്റിഫിക് റിസർച്ച് നടത്തിയിട്ടാണ് അവരിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഉദാഹരണങ്ങൾ പറഞ്ഞ് ഹരാരി പ്രൂവ് ചെയ്യാൻ നോക്കുകയാണ് ഹരാരിയുടെ ഭാഗം എന്താണെന്ന്. This was true of the public as well as the private sector. അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയാണ്. പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. Whereas modern states call in their scientists to provide solutions in almost every area of national policy, from energy to health to waste disposal, ancient kingdoms seldom did so. The contrast between then and now is most pronounced in weaponry. When outgoing President Wright Einshaw warned in 1961 of the growing power of the military-industrial complex, he left out a part of the equation. He should have alerted his country to the military-industrial scientific complex because today's war are scientific productions. The world's military forces initiate, fund, and steer a large part of humanity's scientific research and technological development. അപ്പോൾ പറയാണ് മോഡേൺ സ്റ്റേറ്റ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ സയൻറ്റിസ്റ്റിനെ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, നാഷണൽ പോളിസിയിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. എനർജി ടു ഹെൽത്ത് ടു വേസ്റ്റ് ഡിസ്പോസൽ, ഇതിലൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് അവരുടെ സയൻറ്റിസ്റ്റുകളെ വെച്ചിട്ടാണ്. ആൻഷ്യൻ്റ് കിങ്ഡംസും ചില സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദെൻ ആൻഡ് നൗ, അതായത് ഏൻഷ്യൻ കിങ്ഡംസും ഇതുപോലെ അവരെ അഡ്വൈസ് തേടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ആളുകൾ എല്ലാറ്റിനും സയൻറ്റിസ്റ്റുകളെ തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, മോഡേൺ രീതി. അപ്പോൾ അന്നത്തെ കാലത്തെയും ഇന്നത്തെ കാലത്തെയും നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് എ കോൺട്രാസ്റ്റ്, അവിടെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. അതെവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രൊനൗൺസ്ഡ് ഇൻ വെപ്പണറിയിലാണ് വരുന്നത്. വെപ്പണറി എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ എന്ന് പറയും. അപ്പോൾ ഔട്ട് ഗോയിങ് പ്രസിഡൻറ്റ്, അതായത് 1961 പ്രസിഡൻറ്റ് പറഞ്ഞിരുന്നു നമ്മുടെ ഗ്രോയിങ് പവർ എന്ന് പറയുന്നത് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആണ്. ആൻഡ് ഒരു ഇക്വേഷനും കൂടി ലെഫ്റ്റ് ഔട്ട് ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൺട്രി എപ്പോഴും അലേർട്ടഡ് ആയിരിക്കണം. ഏത് ഏരിയയിൽ, മിലിറ്ററി ഇൻഡസ്ട്രിയൽ സയൻറ്റിഫിക് കോംപ്ലക്സ്, അവിടെ നമ്മൾ അലേർട്ടായിരിക്കണം. കാരണം ഇന്നത്തെ യുദ്ധങ്ങൾ ഇനി എന്തിൻ്റെ ബേസിലായിരിക്കും, സയൻറ്റിഫിക് പ്രൊഡക്ഷൻ്റെ ബേസിലായിരിക്കും. അപ്പോൾ വേൾഡ്സ് മിലിറ്ററി ഫോഴ്സസ് എന്ത് ചെയ്യുന്നു, ഇനീഷ്യേറ്റ് ഫണ്ട്, അങ്ങനെ ഫണ്ട് ഉണ്ടാക്കി ലാർജ് പാർട്ട് ഓഫ് ഹ്യൂമാനിറ്റി സയൻറ്റിഫിക് റിസർച്ചും ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫണ്ട് ഇറക്കി കാര്യങ്ങൾ. അപ്പോൾ ഭാവിയിൽ ഇനി വെപ്പൺ ബേസിലായിരിക്കും യുദ്ധങ്ങൾ. ഈ വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിഫിക് റിലേറ്റഡ് വെപ്പൺസ് ആണ് ഇനി ഇറങ്ങാൻ പോകുന്നത്. When World War I bogged down into interminable trench warfare, both sides called in the scientists to break the deadlock and save the nation. അപ്പോൾ വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് രണ്ട് സൈഡ് കൂട്ടരും എന്ത് ചെയ്തിട്ടുണ്ട്, സയൻറ്റിസ്റ്റുകളെ വിളിച്ചിട്ടുണ്ട്. ആൻഡ് ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ദെൻ സേവ് ദ നേഷൻ, അതാണ് അവർ ആവശ്യപ്പെട്ടത്. ദ മെൻ ഇൻ വൈറ്റ് ആൻസേർഡ് ദ കോൾ ആൻഡ് ഔട്ട് ഓഫ് ദ ലബോറട്ടറീസ് റോൾഡ് എ കോൺസ്റ്റൻറ്റ് സ്ട്രീം ഓഫ് ന്യൂ വണ്ടർ വെപ്പൺസ്.
അപ്പോൾ മെൻ ഇൻ വൈറ്റ് എന്ന് പറഞ്ഞാൽ ആരെന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ ഈ ഒരു സയൻറ്റിസ്റ്റുകളെ വിളിച്ചപ്പോൾ ആ ഒരു കോള് കേട്ടു. അവരവരുടെ ലബോറട്ടറിയിൽ എന്ത് ചെയ്തു, ഒരു ന്യൂ വണ്ടോ വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ഉണ്ടാക്കി, പോയ്സൺ ഗ്യാസ് ഉണ്ടാക്കി, ടാങ്ക്സ് ഉണ്ടാക്കി, സബ്മറൈൻസ് ഉണ്ടാക്കി, ആൻഡ് എവർ മോർ എഫിഷ്യൻറ്റ് മെഷീൻ ഗൺസ്, ആർട്ടിലറി പീസസ്, റൈഫിൾസ്, ബോംബ്സ് ഇതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഓൾറെഡി ഒരാളവിടെ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിരുന്നു ഇനിയുള്ള യുദ്ധങ്ങൾ മൊത്തം വെപ്പൺസിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഈ വേൾഡ് വാറിൽ ഇപ്പോൾ എന്തുണ്ടായത്, രണ്ട് രാജ്യങ്ങളും സഹായങ്ങൾ അഭ്യർത്ഥിക്കുമ്പോൾ വൈറ്റ് മെൻസ് എന്ത് ചെയ്യുന്നു, അവരുടെ ലബോറട്ടറിയിൽ കൂടുതൽ വെപ്പൺസ് ഉണ്ടാക്കി അവരെ സഹായിച്ചു. സയൻസ് പ്ലേഡ് ആൻ ഈവൻ ലാർജർ റോൾ ഇൻ വേൾഡ് വാർ ടു. വേൾഡ് വാർ 2 ആയപ്പോൾ സയൻസിന് ഇമ്പോർട്ടൻസ് വളരെയധികം കൂടി. 1944 ജർമ്മനി വാർ ലോസ് ചെയ്തു, ഒരുവിധം തോറ്റു എന്നുള്ളൊരു ലെവലിലേക്ക് എത്തി. അതിന് മുന്നേ ഉണ്ടായിരുന്ന ജർമ്മൻ അലൈസ്, ജർമ്മനിയുടെ കൂടെ ഉണ്ടായിരുന്ന കൺട്രീസ് ആയിരുന്നു ഇറ്റലി. അപ്പോൾ ഇറ്റലി എന്ത് ചെയ്തു, ഹാഡ് ടോപ്പിൾഡ് മുസോളിനി ആൻഡ് സറണ്ടർ ടു ദി അലീസ്. ബട്ട് ജർമ്മനി എന്ത് ചെയ്യുന്നു, ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇറ്റലി വേഗം സറണ്ടറായി, ജർമ്മനി അപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ്, അമേരിക്കൻ ആൻഡ് സോവിയറ്റ് ആർമീസ് എന്ത് ചെയ്തു, വെർ ക്ലോസിങ് ഇൻ. അപ്പോൾ വൺ റീസൺ ജർമ്മൻ സോൾജേഴ്സ് ആൻഡ് സിവിലിയൻസ് thought not all was lost was that they believed German scientists were about to turn the tide with so-called miracle weapons such as V2 rocket and jet-powered aircraft. അപ്പോൾ ഈ ജർമ്മനി എല്ലാവരും സെറ്റിലായി, അതായത് ഇറ്റലി തോറ്റു കൊടുത്തു, ബാക്കിയുള്ള സഖ്യങ്ങൾ ജയിക്കുമെന്നായി. അപ്പോൾ അവരും ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ജർമ്മനി അപ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ജർമ്മനിലെ സോൾജേഴ്സും സിവിലിയൻസും ഒക്കെ ബിലീവ് ചെയ്തിരുന്നത് ജർമ്മനിലെ സയൻറ്റിസ്റ്റുകൾ അവരുടെ ഏറ്റവും വലിയ ബ്രഹ്മാസ്ത്രം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു മിറാക്കിൾ വെപ്പൺ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ആ വെപ്പണായിരുന്നു V2 റോക്കറ്റ് ആൻഡ് ജെറ്റ് പവേർഡ് എയർക്രാഫ്റ്റ്. അപ്പോൾ അത് വെച്ച് നമുക്ക് സർവൈവ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. While the Germans were working on rockets and jets, the American Manhattan Project successfully developed atomic bombs. അപ്പോൾ ജർമ്മൻസ് അവിടെ റോക്കറ്റും കാര്യങ്ങളും ഉണ്ടാക്കി ഇവരെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചു. ഈ സമയം അമേരിക്കൻസ് ഗണ്ണും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചവരാണ്, സബ്മറൈൻസൊക്കെ. അപ്പോൾ അമേരിക്കൻ മൻഹാറ്റൻ പ്രൊജക്റ്റിൽ അവർ എന്ത് ചെയ്തു, ദേ ഡെവലപ്ഡ് അറ്റോമിക് ബോംബ്സ്. ബൈ ദ ടൈം ദ ബോംബ് വാസ് റെഡി ഇൻ ഏർലി ഓഗസ്റ്റ് 1945. അപ്പോൾ അങ്ങനെ അവർ സയൻറ്റിഫിക് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി ബോംബ് കണ്ടുപിടിച്ചു. 1945 ഓഗസ്റ്റിൽ അത് റെഡിയായി. ജർമ്മനി ഹാഡ് ഓൾറെഡി സറണ്ടേർഡ്. അപ്പോൾ ജർമ്മനി അവിടെ സറണ്ടറായി നിൽക്കുകയാണ്. ഈ ബോംബ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞതോടുകൂടി പിന്നെ ജർമ്മനിക്ക് നിൽക്കളിയൊന്നുമില്ല, സറണ്ടറായി. പിന്നെ ഓൾറെഡി അവരെ തോൽക്കാറായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ജപ്പാൻ ആ സമയത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ ഇവർക്ക് എന്തായാലും ഈ ബോംബ് പരീക്ഷിക്കും വേണം. സോ അമേരിക്കൻ ഫോഴ്സസ് എന്ത് ചെയ്തു, പോയ്സൺഡ് ടു ഇൻവേഡ് ഇറ്റ്സ് ഹോംലാൻഡ്സ്. അങ്ങനെ ബോംബ് ഇവിടെ കൊടുന്നിടുകയാണ് ചെയ്യുന്നത്. Japanese vowed to resist the invasion and fight to the death, and there was every reason to believe that it was no ideal threat. American generals told President Harry S. Truman that an invasion of Japan would cost the lives of 1 million American soldiers and would extend the war well into 1946. Truman decided to use the new bomb. 2 weeks and 2 atomic bombs later, Japan surrendered unconditionally and the war was over. അപ്പോൾ അറ്റോമിക് ബോംബ് ഇടുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ആലോചിക്കും. അപ്പോൾ നോക്കിയപ്പോൾ ബോംബൊന്നും ഇട്ടില്ലെങ്കിൽ 1946 വരെ ഇത് നീണ്ടു നിൽക്കും, ഈ പ്രശ്നം വാർ നീണ്ടു നിൽക്കുന്നതായി. വേറെ നിവൃത്തിയില്ല, ജപ്പാനാണെങ്കിൽ തോറ്റു കൊടുക്കുന്നുമില്ല എന്നുള്ളൊരവസ്ഥ എത്തിയപ്പോഴാണ് എന്ത് ചെയ്തത്, അറ്റോമിക് ബോംബ് ഇട്ടത്. ഒരാഴ്ച ഗ്യാപ്പിലായിട്ട് ഇട്ടു. അങ്ങനെ ജപ്പാന് പിന്നെ സറണ്ടറായി പറ്റൂ. അങ്ങനെ ജപ്പാൻ സറണ്ടർ ചെയ്യാണ് ചെയ്യുന്നത്.